ഹലോ ഗൈസ്, ഇന്നലെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണമായിരുന്നു. രാത്രി വന്നു കിടന്നുറങ്ങിയതേ ഓർമ്മയുള്ളൂ. രാവിലെ ഒരു 10:30-11 മണിക്കാണ് ഞാനും വിഷ്ണു മൽക്കി യുവി എല്ലാവരും എണീക്കുന്നത്. യുവി ആക്ച്വലി നല്ല ടയർഡായിരുന്നു കേട്ടോ. കാരണം അവൻ ഈ ചൂടും ഒരുപാട് ആൾക്കാരും ലൈറ്റും എല്ലാം കൂടെ ആയിട്ട് അവന് ആകെ അന്താളിപ്പും പിന്നെ ബാക്കി സമയം പെട്ടെന്ന് തന്നെ ഉറങ്ങുകയും ചെയ്തു. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഞാൻ വ്ളോഗ് എടുത്ത് തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. കാരണം ഇന്ന് നമ്മൾ വളാഞ്ചേരി പോവുകയാണ്. ഇന്നലെ പരിപാടിക്ക് സത്യം പറഞ്ഞാൽ വെല്ലച്ചനും അമ്മമ്മയും വരുന്നതാണല്ലോ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് മിനിറ്റ് അവർ വരുന്നില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ എനിക്കങ്ങനെ പ്രഷറൈസ് ചെയ്ത് കൊണ്ടുവരുന്ന എനിക്ക് തോന്നിയില്ല. അവർക്ക് കംഫർട്ടബിൾ ആണ്, അവർക്ക് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും അവർ വരുന്ന തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് മിനിറ്റ് അവർ വേണ്ടാന്ന് വെച്ചത് ആ ഡിസിഷൻ റെസ്പെക്ട് ചെയ്യണം തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പം അതുകൊണ്ട് ഞാൻ പുഷ് ചെയ്തില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇന്നാണ് അമ്മമ്മയും വെല്ലച്ചനും ആദ്യമായിട്ട് യുവിനെ കാണാൻ വേണ്ടി പോണേ. നമ്മൾ വളാഞ്ചേരിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. രാവിലെ തൊട്ട് നമ്മൾ കുറച്ച് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പോവാൻ ആക്ച്വലി വൈകുന്നേരം ആയത് വേറെ ഒന്നുകൊണ്ടും അല്ല കേട്ടോ. നമ്മളവിടെ വീട് ചെറുതായിട്ടൊന്ന് എൻ്റെ റൂമും രോഹിത്തിൻ്റെ റൂമൊക്കെ റെനോവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണി മിനിയാന്നാണ് തീർന്നത്. 1-2 റൗണ്ട് ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു അച്ഛൻ. കാരണം ഇവനായിട്ട് വരുമ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ. പിന്നെ വിഷ്ണുവിന് ജോലി 1:45 അവിടുത്തെ സമയം 9:15, ഇവിടുത്തെ സമയം 1:45 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ജോലി തുടങ്ങി ഒരു മണിക്കൂർ ബ്രേക്ക് എടുക്കണമെങ്കിൽ ഒരു സമയം വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തായിരുന്നു. ഇപ്പം നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. നമുക്ക് പെട്ടെന്ന് തന്നെ വളാഞ്ചേരി പോയിന്റ് റെഡിയാവാം. ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത് കാറ് കയറ്റി മെല്ലെ അൽക്കെന്ന് നമ്മുടെ ഒപ്പം വളാഞ്ചേരിയിലോട്ട് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ ബാംഗ്ലൂർ പോവാണ്. അപ്പോൾ അൽക്ക പോകുന്ന ദിവസമായത് കാരണം അമ്മ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ബിരിയാണിയൊക്കെ കഴിച്ചു. എല്ലാ തവണയും നാട്ടിൽ വരുമ്പോൾ ഒരു തവണയെങ്കിലും അമ്മ ബിരിയാണി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അൽക്ക ഇന്ന് വർക്കിംഗ് ആണ്. അൽക്കയ്ക്ക് ഉച്ചയ്ക്ക് 2 മണിക്കാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവളിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് യുവിയുടെ ഫംഗ്ഷന് കിട്ടിയ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാനുണ്ട്. ആ പരിപാടിയിലോട്ട് കിടക്കാം. എത്ര കഷ്ടപ്പെട്ടിട്ട് ഇവര് അതല്ലേ എൻ്റെ ഒരു ഭംഗി. ഞാൻ അമ്മേനെ കുറച്ച് നേരത്തെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടി വിളിച്ചു കേട്ടോ. കാലിങ്ങനെ തോണ്ടേത് ഉറങ്ങുമ്പോ മറ്റേ കാലിട്ടൊക്കെ തട്ട്. ഞാൻ അങ്ങനെയാ പ്രതികരിക്കുക. ഒരു കാലോട്ട് തൊണ്ടേ മറ്റേ കാലുണ്ട്. ഒരു അന്തും കുന്തും കിട്ടാത്ത റെഡിയാവലായി കേട്ടോ. ഒരുപാട് സാധനം പാക്ക് ചെയ്യാനും എടുക്കാനും വേണ്ടി തല കുത്തനെ മറച്ചിട്ടിട്ടാണ് നമ്മൾ റെഡിയായി ഇറങ്ങണേ. ഇനി ഒരാഴ്ച വളാഞ്ചേരി, അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് കോഴിക്കോട്. നാട്ടിൽ വന്നാൽ ഈ ഒരു പെട്ടി ജീവിതമാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. സാധനം എടുത്ത് അലമാറയിലേക്ക് തിരിച്ച് പെട്ടിയിലേക്ക് പാക്ക് ചെയ്ത് അടുത്ത വീട്ടിലോട്ട് പോകാം. ഇവിടെ മുറ്റത്ത് വൈകുന്നേരം നടക്കാൻ നല്ല സുഖാട്ടോ. ഇവിടെ ബീച്ചിൽ നിന്ന് പടിഞ്ഞാറെന്നുള്ള ചെറിയൊരു കാറ്റും അമ്പലത്തിൽ നിന്നുള്ള പാട്ടും ഒക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ മുറ്റത്ത് വൈകുന്നേരം നടക്കാൻ. വന്നതിന് ശേഷം ഇപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞെങ്കിലും സമാധാനമായിട്ട് മുറ്റത്ത് നടക്കാൻ ഒരു ദിവസം കിട്ടിയിട്ടില്ല. ഓരോ ദിവസവും ഓരോ തിരക്കായിട്ട്. ഈ പരിപാടിയുടെ തിരക്കായിരുന്നു കഴിഞ്ഞ ഒരു 3-4 ദിവസം. അപ്പോൾ ഇന്നിനി വളാഞ്ചേരി പോയി ഏകദേശം ഒരാഴ്ച നമ്മൾ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വേണം സുഖമായിട്ട് ഇവിടെ ഒന്നും ഇല്ലാത്ത. ഇതെനിക്ക് ക്യാഷ് തന്നൊരു ഹാമ്പറാണ് കേട്ടോ. എനിക്കല്ല, യുവിക്ക് തന്നതാണ്. അത് സമാധാനത്തിലൊന്ന് തുറക്കാൻ ഇവിടുന്ന് ഒരു ഗ്യാപ്പ് കിട്ടിയായിരുന്നില്ല തിരക്കായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വളാഞ്ചേരി കൊണ്ടുപോയി സമാധാനപരമായി തുറക്കാം. കാരണം ഹാമ്പറൊക്കെ നിങ്ങൾ പോകുമ്പോ ആപ്പിട്ടുണ്ട് വളാഞ്ചേരിക്കുള്ള കട്ട് അപ്പൊ പറഞ്ഞത് ഇത് നമുക്കൊന്ന് സമാധാനപരമായി അവിടെ ഹാമ്പറൊക്കെ ആകുമ്പോഴേ കുറെ എന്താ പറയാ നമുക്ക് വായിക്കുമ്പോൾ ഇമോഷൻ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. പൊതുവെ അങ്ങനെയാണല്ലോ ഹാമ്പർ കുറച്ച് പേഴ്സണലൈസ് ചെയ്ത് ചെയ്യുമ്പോൾ. അപ്പോൾ അതൊന്ന് സമാധാനത്തിൽ നോക്കണം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഹൈവേ ഉള്ളതുകൊണ്ട് 1-1.25 മണിക്കൂറിൽ എത്തുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇരുട്ടാവുന്നതിൻ്റെ മുന്നേ അവിടെ എത്തണം എന്നുണ്ടായിരുന്നു. ഇനി അറിയില്ല, സന്ധ്യാസമയം കഴിയുമ്പോഴൊക്കെ ആയിരിക്കും നമ്മളവിടെ എത്തുക. പോയിട്ട് വരട്ടച്ചോ. നമ്മളങ്ങനെ റെഡിയായി ഇറങ്ങി. ഇന്ന് എനിക്ക് 3 കാര്യം കൊണ്ടാണ് വെളിച്ചുള്ളപ്പോൾ വളാഞ്ചേരി എത്തണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന്, അമ്മമ്മേനെയും വെല്ലച്ചനെയും ഒക്കെ ഒന്ന് വെളിച്ചത്തിൽ കാണുമ്പോഴുള്ള ഫീൽ ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അവർക്ക് ഇവനെ അങ്ങനെ തോന്നി എനിക്ക് ഇരുട്ടാവുന്നതിൻ്റെ മുന്നേ എത്താന്നുള്ളത്. പിന്നെ 2
ഷെയ്ലിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ 3 ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വീട് നമ്മൾ എൻ്റെ റൂമും രോഹിത്തിന്റെ റൂമും ചെറുതായിട്ടൊന്ന് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വെളിച്ചത്തിലൊക്കെ കാണുമ്പോൾ കുറച്ചധികം ഭംഗി ഉണ്ടായിരിക്കുമല്ലോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് എൻ്റെ വീടിനോടുള്ളതിനേക്കാളും അറ്റാച്ച്മെന്റ് എൻ്റെ റൂമിനോടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് സ്കൂൾ കോളേജ് ഡേയ്സിലൊക്കെ നമുക്ക് ഇങ്ങനെ പല ഇമോഷൻസ് കൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ എൻ്റെ എല്ലാ ഇമോഷൻസും കണ്ടിട്ടുള്ള റൂമാണ് എൻ്റെ റൂം. അപ്പോൾ അതൊന്ന് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ മാറ്റം വരുത്തണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതെങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റീജനെ പരിചയപ്പെടുന്നതും റീജ വഴി നമുക്ക് റിനോവേഷൻ ചെയ്യാന്നുള്ളതും ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. ക്ലൗഡിയ ഡിസൈൻസ് എന്നാണ് ഇന്റീരിയർ ടീമിന്റെ പേര്. അപ്പോൾ നമ്മുടെ ബെഡ്റൂമിന്റെ കറക്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് അവിടെ ഇരുന്നിട്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്ത് എങ്ങനെ ഇത് ചേഞ്ച് വരുത്താന്നുള്ളതൊക്കെ നമ്മൾ ആലോചിച്ച് മാറ്റം വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഫുൾ റെഡി ആയതിനു ശേഷം ഞാൻ റൂമിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് നേരിട്ട് കാണുമ്പോൾ ആ ഫീൽ എനിക്ക് നേരിട്ട് അറിയണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതും കൂടെ എനിക്ക് വലിയൊരു എക്സൈറ്റ്മെന്റ് ഫാക്ടറാണ് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്, റൂം കാണാൻ വേണ്ടിയിട്ട്. അല്ല അൽക്ക? അൽക്കയ്ക്ക് നല്ല ഇമോഷൻ ഇല്ലേ റൂമിനോട്? അൽക്കയുടെ റൂം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ള റൂം അതായിരിക്കും. ഞാനിവിടെ ലൈസൻസ് എടുത്തിട്ടില്ല കേട്ടോ. 1-2 ക്ലാസ്സസിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ലൈസൻസിക്ക് എത്തിയിട്ടില്ല. ഇപ്പൊ റോഡ് കാണുമ്പോൾ ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഡിസൈർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കുമാണ്. അപ്പൊ എല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ ഓടിക്കാനൊരു ആഗ്രഹം, പക്ഷെ ലൈസൻസ് ഇല്ലാത്ത കാര്യം നടന്നില്ല. കുറച്ച് ദൂരം നടക്കേണ്ടി വന്നു. പെട്രോൾ അടിച്ചു. ഇനി ഞാൻ വിചാരിച്ചു ലേറ്റ് ആയത് കാരണം ആദ്യം നമുക്ക് തറവാട്ടിൽ പോവാം, എന്നിട്ട് അമ്മമ്മേനെയും വലിച്ചിനെയും കണ്ട് അങ്ങനെ വീട്ടിലേക്ക് വരാമെന്ന്. പക്ഷെ അച്ഛനൊരാഗ്രഹം നമ്മൾ ആദ്യം വീട്ടിലൊന്ന് ജസ്റ്റ് കയറിയതിന് ശേഷം തറവാട്ട് പോവാന്നുള്ളത്. അപ്പം അതുകൊണ്ട് ആദ്യം വീട്ടിൽ പോയി ജസ്റ്റ് ഒന്ന് കയറി. ഞാൻ റൂമൊക്കെ എനിക്ക് കുറച്ച് വിശദീകരിച്ച് എൻജോയ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അത് നമ്മൾ രണ്ടാമതേ ചെയ്യുള്ളൂ. അതിനേക്കാളും ആദ്യം അമ്മമ്മേനെയും വലിച്ചിനെയൊക്കെ ഒന്ന് കണ്ട് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. അല്ലേ വിഷ്ണു ജോലിയൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ? ജോലിയിൽ നിന്ന് 1 മണിക്കൂർ ബ്രേക്ക് എടുത്ത് ഇറങ്ങിയതാ. ഇപ്പൊ തന്നെ ഏകദേശം 1.5 മണിക്കൂറായി. ഫുള്ള് റോഡ് പണി കഴിഞ്ഞ് ഹൈവേ ഒക്കെ വന്നിട്ട് ഒട്ടും മനസ്സിലാവുന്നില്ല കേട്ടോ സ്ഥലം. ഇപ്പൊ തിരിഞ്ഞ് നമ്മൾ ദേ ഇങ്ങോട്ട് തൃശ്ശൂർ റോഡിലോട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് ഏകദേശം എനിക്ക് സ്ഥലം പിടികിട്ടിയത്. എല്ലാ തവണ വരുമ്പോഴും കുറെ പുതിയ ബുട്ടീക്സ് അല്ലെങ്കിൽ കുറെ ഡ്രസ്സിന്റെ ഷോപ്പ് കുറെ കാണാറുണ്ട്. ഇത്തവണയും ഞാൻ ആദ്യം കണ്ടത്. മിക്കൊണ്ട് നമുക്ക് ആവശ്യമുള്ള നമ്മൾ കാണുള്ളൂ. അപ്പൊ അതൊക്കെയാണ് ഞാൻ കണ്ടത്. പിന്നെ എന്താ പറയാ, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിനി വീട്ടിൽ പോവുകയാണ്. ഈ വളാഞ്ചേരിയുടെ കാറ്റടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അച്ഛനുണ്ടല്ലോ, എൻ്റെ അച്ഛൻ വട്ടാംകുളത്തു നിന്നാണ്. അപ്പം അച്ഛൻ വീട്ടിൽ വന്നിട്ട് അമ്മയും അച്ഛനും ഞാനും കൂടെയൊക്കെ വെക്കേഷൻ സമയത്ത് അല്ലെങ്കിൽ ശനി ഞായറൊക്കെ ആകുമ്പോൾ വട്ടംകുളം പോകും. അപ്പോൾ അവിടെ എത്തിയ ഉടനെ അച്ഛന് ഭയങ്കര, അച്ഛൻ്റെ ശബ്ദമൊക്കെ മാറും, അച്ഛൻ്റെ ഭയങ്കര രൂപം ഭാവമൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അമ്മ പറയണതാണ് വട്ടംകുളത്തിൻ്റെ കാറ്റടിക്കുമ്പോൾ അച്ഛന് ഭയങ്കര എന്താ പറയുക ഒരു സംഭവമാകുന്നു. അതേപോലെയാണ് എനിക്ക് വളാഞ്ചേരിയുടെ കാറ്റടിക്കുമ്പോൾ ഒരു ഭയങ്കര നമുക്ക് അറിയുന്ന ഒരു ഏരിയയിൽ എത്തിയത് പോലെ തോന്നില്ലേ? അങ്ങനത്തെ ഒരു തോന്നലാണ്. അൽക്കൊക്കെ ഉണ്ടാവാറുണ്ടോ അത് എറണാകുളം എത്തുമ്പോൾ? വിഷ്ണുണ്ടാവാറുണ്ടോ അത്? പോയി വിഷ്ണുണ്ടാവാറില്ല. വിഷ്ണു പക്ഷെ കോഴിക്കോട് ജനിച്ചു വളർന്നാണെങ്കിലും വിഷ്ണുവിന് കുറെ സംശയങ്ങൾ എപ്പോഴും ഉണ്ട് കോഴിക്കോടിനെ പറ്റിയിട്ട്. ഓരോ സ്ഥലത്തും നമ്മൾ അമ്മേണ്ടി വയ്ക്കുന്നതാണ് ഈ റോഡ് എങ്ങടെ ഈ വഴി എങ്ങടാന്നുള്ളത്. വളാഞ്ചേരി ഏത് ഊട് വഴി എനിക്കറിയാം. ഞാൻ പെട്ടെന്ന് വന്ന ഉടനെ മനസ്സിലാവുന്നില്ല അത്ര അധികം പുതിയ കടകളും ഡെവലപ്മെന്റ്സുമാണ് വളാഞ്ചേരി. അങ്ങനെ ചെറിയ പ്രശ്നം ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ പിന്നെ ഹൈവേ വന്നുകൊണ്ട് അതുമില്ല. എല്ലാം കൊണ്ടും പൊളിയായിട്ടുള്ള ഒരു ടൗണാണ് വളാഞ്ചേരി. നമ്മളങ്ങനെ വളാഞ്ചേരി വൈക്കത്തൂർ തിരിയാൻ വേണ്ടി പോകുന്നു. ഇനി ഇവിടുന്ന് കഷ്ടി ഒരു 300-400 മീറ്റർ എൻ്റെ വീട്ടിലോട്ടുള്ളൂ. നമ്മളിതേ ജസ്റ്റ് ഇവിടെ എത്തി. ഒന്ന് വീട്ടിൽ കയറുന്നു, അപ്പം തന്നെ അപ്പുറത്ത് പോകണം. വെല്ലച്ചൻ അവിടെ കാത്തിക്കുന്ന ഞാൻ കണ്ടു. എനിക്കത് ഭയങ്കര മനസ്സിലൊരു വിഷമമായി. ഷട്ടേന്ന് കയറുന്നു, അപ്പം തന്നെ ഇറങ്ങുന്നു. അങ്ങനെ യുവി വീട്ടിൽ കയറി. ഉറങ്ങി എണീറ്റാണ്. ഈ വീഡിയോ ഒക്കെ കുറച്ചു കാലം കഴിഞ്ഞാൽ യുവിക്ക് കാണാൻ എന്ത് രസമായിരിക്കും അല്ലേ? യുവി ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അമ്മയും അച്ഛനും എന്തൊരു സന്തോഷത്തിലാണ് അവനെ വെൽക്കം ചെയ്യുന്നതെന്നുള്ളതൊക്കെ കുറച്ചു കാലം കഴിഞ്ഞ് കാണുമ്പോൾ അവൻ നല്ല രസമായിരിക്കും. നമുക്ക് റോഡ് കൂടെ തന്നെ ഇറങ്ങിയിട്ട് ഫ്രണ്ട് കൂടെ അങ്ങോട്ട് കയറാം. എന്താ സർക്കിട്ട് തന്നെ അല്ലേ യുവി? എല്ലാ ദിവസവും സർക്കിട്ട് തന്നെ സർക്കിട്ട്. ഇത് ശീലാക്കണ്ട കേട്ടോ. അവിടെ പോയി വീട്ടിലിരിക്കാല്ലേ നമുക്ക്. യുവി വെല്ലച്ചനെ കാണാൻ പോവാട്ടാ, അമ്മമ്മേനെയും. ടോവി
ഹായ് ഒക്കെ പറയണ്ടല്ലോ. ചിരിച്ചോ? അമ്മമ്മയും വെല്ലച്ചനും വെയിറ്റ് ചെയ്ത് ഉമ്മർത്തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. യുവീനെ കൊണ്ടുപോയി അമ്മമ്മയുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അമ്മമ്മയ്ക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് ഫോണിൽ കൂടെ സംസാരിക്കാനൊക്കെ മടിയാണ്. പക്ഷെ ഇവൻ ജനിച്ചതിന് ശേഷം സ്ഥിരമായിട്ട് വെല്ലച്ചനെ കൊണ്ട് വീഡിയോ കോൾ വിളിപ്പിച്ച് ഒരു 2-3 മിനിറ്റെങ്കിലും ഇവനൊന്ന് അമ്മമ്മ കാണും. അപ്പം നേരിട്ട് അമ്മമ്മ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും സങ്കടവും അങ്ങനെ അറിയില്ല, ഒരു വികാരം പറയാൻ പറ്റില്ല, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക തരം ഇമോഷനായിരുന്നു. അമ്മമ്മ ഒരു ബാത്തിങ് ടബൊക്കെ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ അമ്മമ്മേനെ നോക്കാൻ നിൽക്കുന്ന ചേച്ചി പറയുമായിരുന്നു, ഡെയിലി വിളിച്ച് കാണിച്ചു തരും, അത് യുവിക്ക് വാങ്ങി വെച്ച ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ അമ്മമ്മ എന്ന് പറയുമ്പോൾ യുവിയുടെ മുത്തശ്ശി എന്നാണ് കേട്ടോ അമ്മമ്മ വിളിപ്പിക്കുന്നത്. അപ്പോൾ 4 ജനറേഷൻ 4ാമത്തെ ജനറേഷനാണ് യുവി. യുവി ഇപ്പോൾ കണ്ണ് തുറക്കുമ്പോൾ ഓരോ ദിവസം ഓരോ വീട്ടിലാണ്. കോഴിക്കോട് അമ്മേനെയും അച്ഛനായിട്ടൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോക്ക് വളാഞ്ചേരിക്ക് വന്നു. ഇനി ഇവിടെ നിന്ന് സെറ്റായി വരുമ്പോഴേക്ക് പിന്നെയും കോഴിക്കോടേക്ക് പോകേണ്ടി വരും. അങ്ങനെ ഇതെന്താ പറയാ, ഒരു ഷവർമ കഴിക്കണം. ഇടയിൽ കൂടെ ഡയറ്റ് ചെയ്യുന്നുള്ളത് ഇഷ്ടം നടന്നു നോക്കി. പോവാണോ? വെല്ലിച്ചനധികം അങ്ങനെ കുഞ്ഞു പിള്ളേർ എടുക്കന്നെ ചെയ്യാറില്ല. എന്നെ ചെറുതായിരുന്നപ്പോഴും വളരെ കുറച്ചെടുത്ത ഓർമ്മയൊക്കെ ഉള്ളൂ. എന്തോ വർത്താനം പറഞ്ഞ് തിരിഞ്ഞപ്പോഴായിരുന്നു പെട്ടെന്ന് വെല്ലിച്ച യുവീനെ എടുത്തത് കണ്ടത്. ഒരു ഭയങ്കര മൊമെന്റ് ആയിരുന്നു അത്. ഇനി ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു കാര്യം, റൂം എങ്ങനെ ഈ കണ്ടോ? ആണോ? 2 റൂമും കണ്ടോ? എന്നാ പറയതോ നല്ലത്. ഏതാ അടിപൊളി? ആണോ? ഞാൻ പോയിട്ടത് തുറക്കുമ്പോഴേ ഞാൻ ഈ കാണുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. കാരണം ഒരു ഫോട്ടോ പോലും അയക്കേണ്ട, എനിക്കത് നേരിട്ട് കാണണം എന്ന് വിചാരിച്ചിട്ട്. ബെയിലിനെ കണ്ടിട്ടില്ല. ഇല്ല, വന്നിട്ട് തിരക്കിൽ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് ഇറങ്ങിയതാ. ബെയിലിനെ കാണണം, ബെയിലിനെ കണ്ടിട്ട് റൂം കാണാം, അല്ലെങ്കിൽ ബെയിൽ എന്ത് വിചാരിക്കും? ഒരു മാനുഷിക പരിഗണന ഒന്നുമില്ലാന്ന് വിചാരിക്കില്ലേ? ആദ്യം ബെയിലിനെ കണ്ടോന്നു. ഹലോ, ഹായ്. ഓടി എന്നെ വെച്ച് ബാക്കി എല്ലാരെയും ഗ്രീറ്റ് ചെയ്തു. അയ്യോടി, എവിടേക്ക് അവള് ഐശ്വന്റെ മനസ്സില് വെയില് വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. നടന്നില്ല, എവിടെ അതേ ഇരിക്കണം. ആരാ മൈൻഡല്ലോ? ഹലോ, എന്നെ വരെ മൈൻഡാക്കി. ബെയിലിക്ക് എന്ത് മനസ്സിലായിട്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അതേ ഈ വീഡിയോയിലെ കാണാം, അവൻ്റെ അടുത്ത് ഇങ്ങനെ ചാടാനൊക്കെ നോക്കുന്നു. ചിലപ്പോൾ ബെയിലിയുടെ സൈസിനനുസരിച്ച് ഒരാൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ അതിനുശേഷം വീട്ടിൽ നിൽക്കുമ്പോഴും ഇപ്പൊ കുറച്ച് മെച്യൂരിറ്റി ഒക്കെ കൂടിയിരിക്കുന്നു ബെയിലിക്ക്. ഞാനൊരു ദിവസമല്ല, കുറച്ചധികം ദിവസങ്ങളായിട്ട് എനിക്ക് ഈ റൂമിനൊരു ചെറിയ മാറ്റം വരുത്തണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അമ്മ എത്ര കാലമായി നമ്മൾ വീടുണ്ടാക്കിയിട്ട്? 23 വർഷമായി. അതിനുശേഷം വലിയ മാറ്റങ്ങളൊന്നും അങ്ങനെ വരുത്തിയിട്ടില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ ഇവിടെയൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ റൂമിനോട് എനിക്ക് ഭയങ്കര ഇമോഷനാണ്. എനിക്ക് വീടിനെക്കാളും കൂടുതൽ അറ്റാച്ച്മെന്റ് റൂമിനോടാണ്. അപ്പൊ ഈ റൂം നന്നാക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് റോസ് വഴി റീജനെ പരിചയപ്പെട്ട് നമ്മൾ ക്ലോഡിയ ഡിസൈൻസിക്ക് നമ്മൾ എത്തുന്നത്. അങ്ങനെ ഇവിടുത്തെ ഫോട്ടോ ഒക്കെ എനിക്ക് ഇപ്പൊ തന്നെ അപർണി രോഹിത്തുമാണ് എനിക്ക് എടുത്ത് അയച്ചെന്ന് അവർക്ക് അയച്ചു കൊടുത്തു. അവിടെ ഉള്ള സമയത്ത് തന്നെ റീജ ഇവിടെ വന്ന് നോക്കി ഒരു സ്കെച്ച് ആദ്യം അവർക്ക് കാണിച്ചു തന്നു. പിന്നെ പണി നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ അയച്ചു തന്നിരുന്നു. ഫൈനലായി കഴിഞ്ഞപ്പോൾ അവരോട് ഞാൻ അയച്ചു തരണ്ട, എനിക്ക് നേരിട്ട് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തുറക്കാൻ വേണ്ടി പോവാണ്. ആദ്യം അവർ മുമ്പിൽ പോയിട്ടു ഞാൻ പറയാം. എന്ത് ഇഷ്ട സീരിയസ്ലി? പൊളി. പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. കട്ടൻ തഴക്കണ ശരിക്കും, കട്ടൻ തഴക്കണം.
എനിക്ക് വീടിനേക്കാളും അറ്റാച്ച്മെന്റ് ഈ റൂമിനോട് ഉണ്ടാവാനുള്ള റീസൺ ഉണ്ട് കേട്ടോ. ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ, കോളേജിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ എനിക്ക് കുറച്ച് ടഫ് ടൈമായിരുന്നു. അന്ന് അധികം ഞാൻ എൻ്റെ ഇമോഷൻസ് എല്ലാം നിന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു 4 ചുമരിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ എൻ്റെ എല്ലാ ഇമോഷൻസും കണ്ടിട്ടുള്ള ഒരു റൂമാണ് ഈ റൂം എന്ന് എനിക്കിങ്ങനെ തോന്നും. അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹക്കൂടുതൽ എനിക്ക് ഈ ഒരു സ്ഥലത്തിനോടുണ്ട്. ബെഡ് നമ്മൾ പുതിയത് ചെയ്തതാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഈ ഒരു വോള് ഇത്ര ഭംഗിണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഞാൻ ചെറുതായിരിക്കും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, ഇതിന്റെ ബാക്കിൽ ഇവിടെ ഒരു വിൻഡോ ഉണ്ടായിരുന്നു. ആ വിൻഡോ ക്ലോസ് ചെയ്തിട്ടാണ് നമ്മള് ഈ ഒരു ഭാഗം ചെയ്തത്. എന്താണ് വിഷ്ണു അഭിപ്രായം? മുകളിൽ ഇവിടെ ഫോൾ സീലിംഗ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഇലക്ട്രിക്കൽ, എനിക്ക് എന്താ ശരിക്കും എന്നുള്ളത് അറിഞ്ഞുകൂടാ, പക്ഷെ അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഉള്ളിലും വർക്ക് ചെയ്തോ? ആ ശരിയാ, ഇത് ഒരു ചുമരലമറ എന്ന് പറയൂലോ. അവൻ ചെറുതായിട്ട് കക്കിയിട്ടുണ്ടല്ലോ ഡ്രസ്സില്. ഇത് രോഹിത്തിന്റെ ബെഡ്റൂമാണ് കേട്ടോ. അപ്പോ എന്റെ റൂം ഒറ്റയ്ക്ക് ചെയ്യണ്ടെന്നുള്ള അച്ഛന്റെ നിർബന്ധം കാരണം അച്ഛൻ രോഹിത്തിന്റെ ബെഡ്റൂമും കൂടെ ഒപ്പം ഇതിന്റെ ഒപ്പം ചെയ്യിച്ചിട്ടുണ്ട്. ഇങ്ങനെ കയറിയാലോ? രോഹിത് എവിടെയാണ് ഞാൻ വ്ലോഗിൽ പറയാൻ പറഞ്ഞോട്ടോ. രോഹിത് കരിയറിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ദുബായിലാണ് കുറച്ചു കാലം. അതാണ് കഴിഞ്ഞ വീഡിയോസിലൊന്നും രോഹിത്തിനെ കാണാത്തുള്ളൂ. ഞാൻ അത് പറയാനേ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഫംഗ്ഷൻ ഒന്നും വരാതിരുന്നത്. ഇവിടെ നമുക്കൊരു അടച്ചോട്ടുണ്ടാവും. ഇവിടുത്തെ കേട്ടിന് നല്ല രസല്ലേ? ആക്ച്വലി ഒരു 10 ദിവസം മുന്നെയാണ് ഈ 2 വീടിന്റെയും ഈ 2 റൂമിന്റെയും ഈ ഒരു മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ റീജനെ വിളിച്ച് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വരുന്നതിൻ്റെ ഉള്ളിൽ എനിക്ക് തീർത്തരാന്നൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. കാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു 6 ആഴ്ച നാട്ടിലുള്ളൂ, പണിയും പൊടിയൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ. അങ്ങനെ 10 ദിവസത്തിൽ അവർ ചെയ്തതാണ് ഇത്. അൽക്ക എന്നോടൊക്കെ പറയാറ് പിന്നെ 10 ദിവസത്തിൽ മേക്കോറ അത് ഇതെന്നൊക്കെ. പക്ഷെ ഇവിടെ വന്നിട്ട് ഇപ്പൊ അൽക്ക എന്നോട് ചോദിക്കുകയാണ് ഇവര് ബാംഗ്ലൂർ ചെയ്യുമെന്നല്ലേ? അത് ചോദിച്ചു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഡീറ്റെയിൽ കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു ഡോറുണ്ട്. ആ ഡോറ് ക്ലോസ് ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു വിൻഡോ വെച്ചിട്ടുള്ളത്. അതേപോലെ ഇതേപോലത്തെ ഒരു വിൻഡോ ഇവിടെയുണ്ട്. കുറച്ച് ഞാൻ പറഞ്ഞില്ലേ 10-23 വർഷം പഴക്കമുള്ള വീടാണ്. അതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ AC എന്നൊക്കെ ആലോചിക്കുന്നതിനേക്കാളും കൂടുതൽ വെന്റിലേഷൻ റൂമിന് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ ജനലുകൾ വേണമെന്നാണല്ലോ നമ്മൾ ചിന്തിക്കുക. അപ്പൊ ഇതിന്റെ ബാക്കിലും ഒരു ജനലുണ്ട്. ഇതേപോലെ എന്റെ റൂമിലും ഉണ്ടായിരുന്നല്ലോ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയ ഒരു കട്ട് കാണാം. ഇതെന്താ അറിയോ, ബാക്കിൽ കുറച്ച് ചെതല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഫുള്ളി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇങ്ങനെ ക്ലോസ് ചെയ്ത് നമുക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഓവറോൾ അല്ല അച്ഛൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് രോഹിത്തിന്റെ റൂമെല്ലാം ഞാൻ കൊടുത്തു നോക്കി, അടിപൊളിയായിട്ട്. ഒരിക്കലല്ല എന്റെ റൂം നന്നായിട്ടുണ്ട്. ഈ ഫോട്ടോ കൊണ്ടച്ച ഞാൻ ഫോട്ടോ വെക്കട്ടെ അച്ഛനെയും പറയുന്നതാണ് സീനറൊക്കെ വെച്ചാൽ മതി. പിന്നെ ഞാനാണ് ഈ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത് 2 റൂമിലും വന്നത്. ഇഷ്ടപ്പെട്ടു, നല്ലോണം ഇഷ്ടപ്പെട്ടു. അങ്ങനെ അപ്പോ ഞാൻ ഇന്നിവിടെ വന്നിട്ട് റിയാക്ഷൻ എന്താന്നുള്ളത് റീജിയനോട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ പറയണേക്കാൾ നല്ലത് ആ റൂം തുറന്ന് കയറിയപ്പോൾ എന്റെ എക്സ്പ്രഷൻ ആയിരുന്നു. റീസെന്റ് ഞാൻ ഏറ്റവും കൂടുതൽ ഞെട്ടിയ ഒരു ഇത് അതായിരിക്കും. വർത്ത് ദ വെയിറ്റ് ആയിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. മേമ യുവി കണക്റ്റിംഗ് മൊമെന്റ് ആണോ? ഞങ്ങൾ കുറെ നേരമായിട്ട് കണക്ട് ചെയ്തോണ്ടിരിക്കും. ഒരുപാട് കഥ പറഞ്ഞു. ഞങ്ങളിപ്പോ ഒരു കഥ പറഞ്ഞോ കാണാൻ വേണ്ടിട്ട് എത്ര ബുദ്ധിമുട്ടി. ഒരു ദിവസം മുഴുവനും ഇരുന്നു. എന്താണ്ടായത്? ഒരു ദിവസം മുഴുവനും ഇരുന്നു. ഞങ്ങൾ വിഷമില്ലേ ഇവിടെ?
വൈശാഖ് സാർ വിളിച്ചതായിരുന്നു. കഴിഞ്ഞ തവണ വളകാപ്പിൻ്റെ സമയത്ത് വന്നപ്പോൾ ഞാനും വിഷ്ണു മൽക്കും വൈശാഖ് സാറും കൂടി റൂമിൽ നിന്ന്. അപ്പോൾ ഈ റൂമിൻ്റെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു. അൽക്ക ആകെ മാറിയെന്ന് പറഞ്ഞിട്ട്. ഈ ബെഡ്ഷീറ്റ്സും അതേപോലെ തന്നെ കേർട്ടണും നമ്മൾ വാങ്ങിയത് ഹോം ഡെക്കോർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരുപാട് നല്ല കളക്ഷൻസ് അവരുടെയിലുണ്ട്. താല്പര്യമുള്ളവർക്കൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ക്ലൗഡിയ ഡിസൈൻസിൻ്റെ ഒരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്ത് തീർന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനൊക്കെ തോന്നില്ലേ? അങ്ങനെയായിരുന്നു ഈ റൂമിൻ്റെ മേക്ക് ഓവർ. അതുകൊണ്ട് എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എൻ്റെ ഒരു ജേർണിയും കംപ്ലീറ്റ്ലി എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം തോന്നി പറഞ്ഞതാണ്. കഴിഞ്ഞ തവണ വന്നപ്പോഴൊക്കെ ഈ ഒരു റൂം എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ഞാനിവിടെ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യാം കേട്ടോ. അതിന്നാണ് ഈ ഒരു റൂം 10 ദിവസത്തിനുള്ളിൽ നമ്മൾ ഇങ്ങനെയായിട്ട് മാറ്റിയെടുത്തത്. അപ്പോൾ ഡെഫിനറ്റ്ലി അവരെ പറ്റി ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞതാണ്. പിന്നെ ക്ലൗഡിയ ഡിസൈൻസിൻ്റെ ഓണർ റീജിയനായിട്ട് വർക്ക് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഒക്കെ വളരെ ഈസി ആയിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഒരു നിങ്ങളുടെ സ്പേസ് ഒന്ന് റിനോവേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ക്ലൗഡിയ ഡിസൈൻസ് തീർച്ചയായും നല്ലൊരു സജഷൻ തന്നെയാണ്. എൻ്റെ രോഹിത്തിൻ്റെ ഇപ്പോൾ റൂമിൻ്റെ മേക്ക് ഓവർ കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയും ഒരു ഷൂറിറ്റി ഉണ്ട് അവരെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. റൂം അടിപൊളിയായിട്ടുണ്ട്. ഫുള്ളി എന്താ പറയാ, പഴയ റൂമും ഇതും തമ്മിൽ ഒരു രീതിയിൽ അജഗജാന്തര വ്യത്യാസമല്ലേ? ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരു രീതിയിൽ മനസ്സിലാൻ പറ്റില്ല ഇത് പഴയ റൂമാന്നുള്ളത്. എനിക്കിത് കുറച്ചും കൂടെ സർപ്രൈസിങ് ആയിരുന്നു. ബിക്കോസ് ഇതിന്റെ ഡിസൈൻസും കാര്യങ്ങളൊന്നും ഞാൻ തീരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ശരിയാ, ഒട്ടും കണ്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഐഷു ആണ് എല്ലാം PDF പോലും കണ്ടിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് നടക്കുന്നുണ്ട് എന്ന് മാത്രമേ എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇന്ന് ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. ആ ഒരു ലുക്ക് ആൻഡ് ഫീലും പിന്നെ ഇത്ര അധികം ദിവസത്തിലല്ല ഈ ചേഞ്ച് വന്നത്. സോ ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നു. ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ റൂമിൻ്റെ ചേഞ്ച്. ഭയങ്കര എന്താ പറയുക, ഒരു കംപ്ലീറ്റ്ലി ന്യൂ ലുക്കാണ് കിട്ടിയത്. മുകളിലൊക്കെ കണ്ടോ, നമുക്ക് ഫോൾ സീലിംഗ് ചെയ്യാൻ വേണ്ടി ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഈ ഒരു വിൻഡോടെ വരുകൊണ്ട് ആ ഒരു പോർഷൻ ഫോൾ സീലിംഗിൽ കവറായി പോകും. അതുകൊണ്ട് ഇതൊക്കെ ഇലക്ട്രിക്കൽ വർക്ക് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാം റീജയുടെ ഐഡിയ ആയിരുന്നു. ഒരു 1 വീക്കിൽ ഞാൻ ഈ ഒരു റൂമിൻ്റെ ഇത് കൊടുത്തതിന് ശേഷം അവർ PDF എനിക്ക് അയച്ചു. സ്കെച്ച് എന്ന് പറയുന്നുള്ളൂ, കറക്റ്റായിട്ട് എനിക്ക് ഇതിൻ്റെ വേർഡ്സ് ഒന്നും അറിയില്ല കേട്ടോ. അതയച്ചു. അതിന് ശേഷം എന്താണ് അതിൽ കണ്ടത് അത് തന്നെയാണ് ഞാനിവിടെ കാണുന്നത്. അത്രയും ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഈ ഡോറും കൂടെ എനിക്കൊന്ന് മാറ്റണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഒരു സമയത്തിൻ്റെ ലിമിറ്റേഷൻ കാരണമാണ് പെട്ടെന്ന് ഇപ്പം മാറ്റാതിരുന്നത്. ഈ ഒരു വോള് കണ്ടോ, ഇതൊക്കെ എനിക്ക് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇത്രയും വലിയ പിക്ചേഴ്സാന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഈ വോള് നല്ല ഭംഗിയില്ലേ? നല്ലൊരു ഫോട്ടോ വോൾ ആക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. എല്ലാ ഫോട്ടോസും പ്ലേസ് ചെയ്തതും എന്താ പറയുക, നല്ലൊരു ലുക്ക് വരുന്നുണ്ട് ഈ വോളിന്. എല്ലാം കൂടെ മൊത്തത്തിൽ നല്ലൊരു ഭംഗിയുണ്ട് അല്ല. ഇനി കുറച്ച് ഷോ പീസസും കൂടെ എനിക്ക് അവിടെയൊക്കെ വാങ്ങിച്ച് വെക്കാനുണ്ട്. ഞാൻ വന്ന ഉടനെ അച്ഛൻ എനിക്ക് കിട്ടിയ കുറച്ച് ട്രോഫികളും കാര്യങ്ങളൊക്കെ അച്ഛൻ ഇവിടെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനേക്കാളും കുറച്ചും കൂടെ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ ഇവിടെ വെക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അല്ലേ? ഞാൻ പിന്നെ പറയും കൂടെ ചെയ്തിരുന്ന ഒരു കാര്യം, എനിക്ക് നല്ല ലൈറ്റിംഗ് വേണം എന്നുള്ള കേട്ടോ ഈ റൂമിൽ. കഴിഞ്ഞ തവണയൊക്കെ വന്നിട്ട് ഞാൻ ഇവിടുന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് ലൈറ്റിംഗ് ഇല്ലാത്തത് കാരണം നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു. കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാ സൈഡിൽ നിന്ന് വെച്ചാലും എനിക്ക് അത്ര അങ്ങോട്ട് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് റിക്വയർമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് എവിടുന്ന് നോക്കിയാലും നല്ല ലൈറ്റ് വേണം എന്നുള്ളതാണ്. നല്ല ലൈറ്റ് ഉണ്ട് ഇപ്പോൾ ഈ റൂമിൽ. എനിക്ക് എവിടുന്ന് വേണമെങ്കിലും ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും എനിക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് റീജ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പേഴ്സണലി വിളിച്ച് അത്രയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു മാറ്റത്തിലും ഇതിലൊന്നും നമുക്ക് പറഞ്ഞാൽ തീരില്ലല്ലോ. അത്രയധികം സന്തോഷമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എനിക്കറിയില്ല കൂടുതൽ ഇനി അതിലൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല. ഐ ഗ്രേറ്റ്ലി റെക്കമെൻഡ് ക്ലൗഡിയ ഡിസൈൻസ്. അത്രയും അടിപൊളിയായിട്ടാണ് അവർ എനിക്ക് എൻ്റെ റൂം ചേഞ്ച് ചെയ്ത് തന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ പോയി ഇനി ഡിന്നർ കഴിക്കട്ടെ. ഇത്രയും നേരം റൂമിൻ്റെ അകത്ത് കിടന്ന് തിരിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇറങ്ങാൻ വേണ്ടി തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പോയി ഡിന്നർ കഴിക്കട്ടെ. അൽക്കിയും അപർണയൊക്കെ ഡിന്നർ കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഡിന്നറൊക്കെ കഴിച്ച് അപർണ വീട്ടിൽ പോയി. അൽക്ക 2 ദിവസം കൂടെ നമ്മുടെ ഒപ്പം ഉണ്ട്. അത് കഴിഞ്ഞാൽ അൽക്കിയും തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോകും. എനിക്ക് നാട്ടിൽ വരുമ്പോൾ അപർണ ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഭയങ്കര മിസ്സിങ് ആണ്. കാരണം ഇവിടെ ഓരോരോ ഒരു 2-3 മണിക്കൂർ കൂടുമ്പോഴും വീട്ടിൽ വരും. അങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ എനിക്ക് അവളുടെ പ്രസൻസ് വളരെയധികം എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്രയൊക്കെയാണ് എന്തൊരു വീഡിയോ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം തനി മലയാളി. ടാറ്റാ. നാളെ കാണാം.